തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വടകരയിൽ ആളിക്കത്തുകയാണ് കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണ വിവാദം. വ്യാജ പ്രചാരണം നടത്തിയ കേസിൽ മുസ്ലിം ലീഗ് നേതാവ് അസ്ലമിനെതിരെ ന്യൂമാഹി പോലീസ് കേസെടുത്തു. വിഷയം വൈകാരികമായി LDF പ്രചാരണമാക്കുമ്പോൾ പ്രത്യാക്രമണം കടുപ്പിക്കുകയാണ് UDF. വടകരയിലെ യഥാർത്ഥ രാഷ്ട്രീയ സാഹചര്യത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് UDF വനിതാ MLA-മാർ ആരോപിച്ചു. കെ ശൈലജയ്ക്കെതിരെയുള്ള സൈബർ അധിക്ഷേപ വിവാദത്തിൽ സൂക്ഷ്മതയോടെയാണ് UDF പ്രതികരണം. തിരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപ് വ്യക്തി അധിക്ഷേപം നേരിട്ട കെ രമയും ഉമാ തോമസും UDF-ന് വേണ്ടി പ്രതിരോധത്തിനിറങ്ങി. വനിതകൾക്കെതിരെയുള്ള സൈബർ ആക്രമണം അംഗീകരിക്കാനാവില്ല, പക്ഷേ അതിന് ഷാഫിയുമായി ബന്ധമുണ്ടെന്ന വാദം അസംബന്ധമാണ്. സ്ഥാനാർത്ഥിയാണ് ഇത് നടക്കുന്നത് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ നുണയാണ്. അത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണ്. അത് അവസാനിപ്പിക്കണം. മുമ്പും സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അന്ന് പോലീസ് നടപടിയെടുത്തിരുന്നെങ്കിൽ ആവർത്തിക്കില്ലായിരുന്നു. വിവാദം കൊണ്ട് വടകരയിലെ ജനങ്ങളുടെ തീരുമാനം മാറ്റാനാകുമോ എന്നതാണ് UDF ശ്രമമെന്ന് ഷാഫി പറമ്പിൽ. എന്നിട്ട് അതിന്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വടകരയുടെ തീരുമാനത്തെ മാറ്റാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ്. അവിടെയാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ജാഗ്രതയോടെ ഇടപെടണം. ഫീൽഡിലും നവമാധ്യമങ്ങളിലും ഫോണിലുമെല്ലാം. സൈബർ ആക്രമണത്തിലൂടെ വടകരയിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ UDF ശ്രമിക്കുകയാണെന്ന ആരോപണം CPM സെക്രട്ടറി ആവർത്തിച്ചു. കേൾവിയില്ലാത്ത രീതിയിലാണ് മോർഫ് ചെയ്ത ശൈലജ ടീച്ചറുടെ ഫോട്ടോ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് തന്നെ അയച്ചു കൊടുക്കും. വളരെ അവമാനകരമായ കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം കെ ശൈലജയ്ക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. ന്യൂമാഹി UDF ചെയർമാനും പഞ്ചായത്ത് അംഗവുമായ TH അസ്ലമിനെതിരെയാണ് കേസ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വീഡിയോ പങ്കുവച്ച് നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന വകുപ്പ് ചേർത്താണ് കേസെടുത്തത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും മുതിർന്ന, ഏറ്റവും പ്രധാന വനിതാ നേതാവായ കെ ശൈലജ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുൻപാണ് ഇടറുന്ന ശബ്ദത്തിൽ വൈകാരികമായി തനിക്കെതിരെ നടക്കുന്ന സൈബർ അതിക്രമത്തെക്കുറിച്ച് വിശദീകരിച്ചത്. ഇന്ന് UDF-ന്റെ വനിതാ MLA-മാർ കെ രമയും ഉമാ തോമസും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ UDF-ന് കോൺഗ്രസിന് ഇതിൽ പങ്കില്ല എന്ന് തള്ളി പറയുന്നുണ്ട്. അത്തരം പ്രചാരണങ്ങൾ കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ തങ്ങളില്ല എന്ന് പറയുന്നുമുണ്ട്. പക്ഷേ ആ സൈബർ അതിക്രമം, അത് സംബന്ധിച്ച വാർത്തകൾക്ക് കീഴിൽ വരുന്ന അശ്ലീലം കലർന്ന കമന്റുകൾ പോലും അർഹിക്കുന്നതല്ല പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വനിതാ നേതാവ് എന്നതിൽ തർക്കമില്ലാത്ത വിഷയമാണ്. ഇന്ന് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനെതിരെ കേസെടുത്തിട്ടുണ്ട്. ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെ ഈ ദൃശ്യങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട് പരമാവധി പ്രതിരോധിക്കുന്നുണ്ട് UDF. കടുത്ത ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് LDF. എന്തായാലും വടകര വലിയ തോതിൽ തിളച്ചു മറിയുകയാണ് കെ ശൈലജയ്ക്കെതിരായ സൈബർ അതിക്രമണ വിവാദത്തിൽ. നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. CPM-ൽ നിന്ന് ശ്രീമതി PP ദിവ്യ, കോൺഗ്രസിൽ നിന്ന് ശ്രീമതി ദീപ്തി മേരി വർഗീസ് എന്നിവരാണ് അതിഥികളായി ചേരുന്നത്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ എതിർക്കുന്നതാണ് പൊതുരംഗത്ത്, ഏതു രംഗത്തും സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പല ഘട്ടങ്ങളിൽ അവരുടെ പ്രയത്നം, അവരുടെ പ്രതിഭ, അതിനൊക്കെ അപ്പുറത്തേക്ക് അവർ നേരിടേണ്ടി വരുന്ന അതിക്രമം, സ്ത്രീ എന്ന രീതിയിൽ നേരിടേണ്ടി വരുന്ന അതിക്രമം. ഇതിപ്പോൾ അതിന്റെ എല്ലാ സീമകളും കടന്നുപോയിരിക്കുന്നു. അത് അത്രമേൽ ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കില്ലേ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്, പൊതു പ്രവർത്തകയ്ക്ക് താനൊരു സ്ത്രീ എന്ന രീതിയിൽ അതിക്രമിക്കപ്പെടുന്നു എന്ന് വന്ന് കേരളത്തോട് പറയേണ്ടി വരുന്നത്? അതൊരു നുണ ബോംബാണ് എന്ന് പറഞ്ഞ് രാഷ്ട്രീയമായി മാത്രം പ്രതിരോധിക്കാൻ കഴിയുമോ? മാധുവിൻ്റെ ഈ ഇൻട്രൊഡക്ഷൻ കേട്ടാൽ തോന്നും ഇത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് എന്ന് തോന്നും. ശരിയാണ്, ഒരു സ്ത്രീക്കെതിരെ, പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടന്നാൽ ഒറ്റക്കെട്ടായിട്ട് എതിർക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലുള്ള ഒരു ആക്രമണത്തെയും ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അനുകൂലിക്കാൻ കഴിയില്ല. വളരെ വ്യക്തമായി പറയാമല്ലോ, ഏത് തരത്തിലുള്ള അത്തരത്തിലുള്ള ആക്രമണത്തെയും കോൺഗ്രസ് എതിർക്കും. കോൺഗ്രസിലുള്ള മുഴുവൻ സ്ത്രീകളും ശക്തമായി എതിർക്കും. അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷണ വിധേയമാകേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയിക്കേണ്ട ഒരു കാര്യം. ഇതൊരു തെരഞ്ഞെടുപ്പാണ്. ഉണ്ടാകുമ്പോൾ
ഞാൻ പറയുന്നത് എത്രയോ സ്ത്രീകളെ മുൻകാലങ്ങളിൽ CPM-ന്റെ നേതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അത് വളരെ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ട രാഷ്ട്രീയ നേതാക്കൾ നിയമസഭയ്ക്കുള്ളിൽ ഉമ്മൻചാണ്ടിയുടെ പെൺമക്കളെ ഏത് തരത്തിലാണ് അധിക്ഷേപിച്ചത് എന്നും നമുക്കറിയാം. അക്കമിട്ട് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തതാണ്. രമ്യ ഹരിദാസിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ കൺവീനർ തന്നെ അധിക്ഷേപിച്ചത് വളരെ മോശമായ രീതിയിൽ. വിവാഹം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടിയോട് അത്തരത്തിൽ പറയാൻ സാധിക്കുമോ? അത് സോഷ്യൽ മീഡിയയിലൂടെയല്ല, മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുകയായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഈ കഴിഞ്ഞ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരെ നടത്തിയ വലിയ ആക്ഷേപം, നിയമസഭയ്ക്കുള്ളിൽ VS അച്യുതാനന്ദൻ നടത്തിയ ആക്ഷേപം. അപ്പോൾ അങ്ങനെ നേതാക്കന്മാർ പോലും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ഒരു മടിയും കാണിക്കാതെ ഇരിക്കുകയാണ്. എല്ലാം പോട്ടെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മാധുവിൻ്റെ തന്നെ മറ്റ് സഹപ്രവർത്തകരുണ്ടല്ലോ, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ, അവരെ ഏത് രീതിയിലാണ് സൈബർ ഇടങ്ങളിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്? CPM-ന്റെ നേതാക്കന്മാരോട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ, അത് സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് സൈബർ ആക്രമണം അവർ നേരിട്ടത്? ഞാൻ അവരുടെയൊക്കെ പേരുകൾ നമുക്കറിയാവുന്നതാണ്. നമ്മളൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും അവസാനത്തേതാകണം എന്ന നിർബന്ധ ബുദ്ധിയോട് വേണ്ടേ അതിനെ എതിർക്കാനും അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാനും? അല്ലാതെ പോയ കാലത്തുണ്ടായ അധിക്ഷേപങ്ങൾ, അതിക്രമങ്ങൾ, വേദന നിറഞ്ഞ സാഹചര്യങ്ങൾ ഒക്കെ ഒരു തട്ടിൽ തൂക്കി വെച്ചിട്ട് വേണം ഈ ടോൺ അല്ലെങ്കിൽ വാക്കുകൾ തീരുമാനിക്കാൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഇനിയൊന്നും ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ട് വേണ്ടേ അതിനെതിരെ ശക്തിയുക്തം പ്രതികരിക്കാൻ? ഇനി ഒന്നുണ്ടാകരുത് എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരുന്നത്. അതിനു മുൻപ് ഇതുകൂടി പറഞ്ഞു പോകാതെ ഇരിക്കാൻ നിവൃത്തിയില്ല. മാധു, വളരെ ശക്തമായി പ്രതികരിക്കുന്ന വനിതകളായ മാധ്യമ പ്രവർത്തകർക്കെതിരെ എത്ര മോശമായ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായി. അവരെ ലൈംഗികമായി അറ്റാക്ക് ചെയ്ത്, ലൈംഗികമായി അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ ഉണ്ടായില്ലേ? എന്നിട്ട് പ്രതികളെ പിന്നീട് മാലയിട്ട് സ്വീകരിക്കുന്ന CPM-ന്റെ നേതാക്കന്മാരെ നമ്മൾ കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ സംഭവിക്കുമ്പോഴും മിണ്ടാതെ ഇരുന്ന ഒരു വനിതാ നേതാവാണ് KK ശൈലജ എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ ബഹുമാനപ്പെട്ട KK ശൈലജയുടെ ഭാഗത്തുനിന്ന് ഒരു വാക്ക് പോലും ഉണ്ടായില്ലെന്ന്. അതുകൊണ്ട് അവർ അപമാനിക്കപ്പെടണം, അധിക്ഷേപിക്കപ്പെടണം, അതിനായിരിക്കണമെന്നില്ല. മിണ്ടാതിരുന്നു അവർക്കെതിരെ അങ്ങനെ പറയല്ലേ മാധു, അങ്ങനെ പറയല്ലേ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊന്നും മിണ്ടാതെ ഇരുന്ന, അപ്പോഴൊന്നും ഇത്തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ നടത്താതിരുന്ന ഒരാൾ സ്വന്തം ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പ്രശ്നമുണ്ടായപ്പോൾ പൊട്ടിക്കരയുന്നു, കരച്ചിൽ വരുന്നു. അപ്പോൾ ഒരു പൊതുപ്രവർത്തകയായ സ്ത്രീ, ഒരു രാഷ്ട്രീയ പ്രവർത്തകയായ സ്ത്രീ ഇത്തരത്തിലാണോ കേരളത്തിൽ പ്രതികരിക്കേണ്ടത്? എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ലേ അധിക്ഷേപിക്കപ്പെടുന്നത്? അതിൻ്റെ അകത്തൊക്കെ പ്രതികരിക്കേണ്ടതല്ല. ഞങ്ങളൊക്കെ പരാതി കൊടുത്തല്ലോ. കോൺഗ്രസിൻ്റെ അധിക്ഷേപിക്കപ്പെട്ട സ്ത്രീകൾ മുഴുവൻ പരാതി കൊടുത്തു. ഇന്നിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ട് എന്നറിയുമോ? പരാതി കൊടുത്തിട്ട് കാര്യമില്ല. ആരോടാണ് പരാതി പറയുന്നത്? പരാതി കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? 10-60 വയസ്സുള്ള ഒരു സ്ത്രീ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മൾ അങ്ങോട്ട് ഇണ്ടാസ് കൊടുക്കുകയാണ് വേണ്ടത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും KK ശൈലജ അവരുടെ പൊതുപ്രവർത്തനത്തിൽ ഇങ്ങനെ ഒരു അധിക്ഷേപം, ഇങ്ങനെ ഒരു ദൃശ്യം കാണേണ്ടി വരുന്നത്. നമ്മുടെയൊക്കെ അമ്മമാർക്ക് അത് എങ്ങനെ താങ്ങാൻ കഴിയും? ഈ ജനറേഷൻ കുറച്ചുകൂടി മനക്കരുത്തൽ കണ്ടും കേട്ടും ശീലിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കില്ല. ഒരുപക്ഷെ 10-60 വർഷത്തെ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടായിരിക്കും തനിക്കെതിരെ ഇങ്ങനെ ഒരു ചെളിവാരി എറിയൽ നടക്കുന്നുവെന്ന് അവർക്ക് തിരിച്ചറിയേണ്ടി വരുന്നത്. ഒരു സ്ത്രീ മാത്രമായി അവർക്ക് ഏറ്റവും ചെറുതായി പോകേണ്ടി വരുന്നത് ഒരു പൊതുപ്രവർത്തക എന്ന അവരുടെ ഇത്രയും കാലത്തെ മുഴുവൻ അഡ്രസ്സിനെയും അവർ ആർജിച്ചെടുത്ത ആത്മവിശ്വാസത്തെയും ഒക്കെ അത് തകർത്ത് കളഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു നിമിഷം വൈകാരികമായി പ്രവർത്തിക്കുന്നതിന് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ വൈകാരികത ഉള്ളത് ഒരാൾക്ക് മാത്രമാണെന്ന് മാധു വാദിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളൊക്കെ അത്തരം സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നേ, ഞങ്ങളൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടെന്നേ, ഞങ്ങൾക്കൊന്നും അതിന് മറുപടി ലഭിക്കുന്നില്ല. സൈബർ സെൽ ഇവിടെ ജോലി ചെയ്യുന്നില്ല, ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നില്ല. 20 ദിവസങ്ങൾക്ക് മുൻപ് ശൈലജ ടീച്ചർ കേരളത്തിൽ അധിക്ഷേപിക്കപ്പെടുന്ന പല തരത്തിലുള്ള സ്ത്രീകളുണ്ട്. അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, സിനിമ അഭിനേത്രികളുണ്ട്,
നേതാക്കളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, എല്ലാം എണ്ണം പറഞ്ഞ് നമ്മളെല്ലാവരും വ്യക്തിപരമായി പോലും പലപ്പോഴും അതിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അതിന് കാരണം കൂടിയാകുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമാകുന്നത് കൊണ്ട് മാത്രം കെ ശൈലജ കഴിഞ്ഞ ദിവസം വികാരാധീനയായി പറഞ്ഞ കാര്യങ്ങൾ അതിനൊരു ന്യായമാകുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷെ കോൺഗ്രസ് തന്നെ തള്ളി പറയുന്നുണ്ട്, തങ്ങളിൽ പെട്ടവരല്ല, തങ്ങൾക്ക് അത്തരം ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ആവശ്യമില്ല, തങ്ങൾക്ക് അല്ലാതെ തന്നെ അവിടെ രാഷ്ട്രീയമായി വിജയിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, ഇത് ഞങ്ങളിൽ പെട്ടവരല്ല എന്ന് കോൺഗ്രസ് തള്ളി പറയുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുമോ? ഇത് കോൺഗ്രസ് തള്ളിപ്പറഞ്ഞാലും ഷാഫി പറമ്പിൽ ഇതുവരെ അവിടുത്തെ വടകരയിലെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇതുവരെ കളഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നതാണ് അവസാനമായി അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞ നിലപാടല്ല എൻ്റേത്. കാരണം CPMനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് CPM ആവട്ടെ, ഇനി മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സ്ത്രീകളാവട്ടെ, പൊതുരംഗത്തേക്ക് വന്നിട്ടുള്ള സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഏത് സാഹചര്യത്തെയും അത് പാടില്ല എന്ന് പറയാനാണ് CPM തയ്യാറായിട്ടുള്ളത്. കോൺഗ്രസ് ആണ് അല്ലെ BJP ആണ് എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ, ഏതെങ്കിലും ഒരു സ്ത്രീകളെ അപമാനിക്കണം എന്നൊരു നിലപാട് ഞങ്ങളെ സംബന്ധിച്ചില്ല. നിങ്ങൾ നോക്കൂ, ശൈലജ ടീച്ചർ അവരൊരു അമ്മൂമ്മ കൂടിയാണ്, എൻ്റെയൊക്കെ അമ്മയുടെ പ്രായമാണ്. 67 വയസ്സുള്ളൊരു അമ്മയെ അവരെ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ പോലും കണ്ട് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ടീച്ചർ ഒരുപക്ഷെ വൈകാരികമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം അവരുടെ മനസ്സിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചോ? അവരെ മാത്രമല്ല, അവർക്കൊരു കുടുംബമുണ്ട്, അവർക്കൊരു പാർട്ടിയുണ്ട്, ആ പാർട്ടിയിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇത് ശൈലജ ടീച്ചർക്കെതിരെ മാത്രമല്ല, ആ മണ്ഡലത്തിലെ സ്ത്രീകളെ, തൊഴിലുറപ്പിന് പോകുന്ന പാവപ്പെട്ട സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചത് അവിടുത്തെ കോൺഗ്രസിൻ്റെ UDFന്റെ പ്രവർത്തകരല്ലേ? സ്ത്രീകളോട് വളരെ മോശമായ സമീപനമാണ്. കാരണം ടീച്ചർ വടകരയിൽ മത്സരിച്ചാൽ വടകരയിലെ സ്ത്രീകളെല്ലാം ടീച്ചർക്കൊപ്പമായിരിക്കും, അത് ടീച്ചറുടെ വിജയത്തിനെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ സ്ത്രീകളെ ഉൾപ്പെടെ മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്. ശൈലജ ടീച്ചർ എന്നത് മാത്രമല്ല, ആ വടകരയിലെ സ്ത്രീ സമൂഹത്തെയാണ് ഇതിലൂടെ ഷാഫി പറമ്പിലിന്റെ സൈബർ ഗുണ്ടകൾ ഇപ്പോൾ അപമാനിച്ചിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതിന് നേരെ വിരുദ്ധമായ ഒരു ആരോപണം UDFന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഈ വെണ്ണപ്പാളി പരാമർശം ജയരാജൻ നടത്തിയതിനെതിരെ വലിയ വിമർശനമുണ്ട് UDFന്റെ ഭാഗത്തു നിന്ന്. അധിക്ഷേപവും അപമാനവും എല്ലാവർക്കും അവനവന് തോന്നേണ്ടതാണ്, അല്ലെ? അങ്ങനെ ഷാഫി പറമ്പിലിനെ സ്വീകരിക്കാൻ എത്തിയ സ്ത്രീകൾക്കെതിരെയാണ് ആ വാക്കു ലക്ഷ്യമിട്ടത് എന്ന ആരോപണം അവിടെ നിന്നുമുണ്ട്. അല്ല, അതിലൊരു കാര്യം ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏത് പാർട്ടി നേതാവായാലും ഏതെങ്കിലും ഘട്ടത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അപമാനിക്കുന്ന തരത്തിൽ അവർ ഏതെങ്കിലും തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കാനും അതിൽ ക്ഷമാപണം നടത്താനും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് വളരെ ശക്തമായി പറയുന്നൊരു പാർട്ടിയാണ് CPM. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാർ സ്ത്രീകളെ മനഃപൂർവ്വം ഏതെങ്കിലും തരത്തിൽ അപമാനിക്കാൻ വേണ്ടി തയ്യാറാവില്ല എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ബിന്ദു കൃഷ്ണയുടെ ഒരു Facebook പോസ്റ്റ്, നമ്മളാരും മറന്നിട്ടില്ല. നേതാവാണല്ലോ, കോൺഗ്രസിൻ്റെ സമുന്നതയായ കേരളത്തിലെ സംസ്ഥാന നേതാവാണ് ബിന്ദു കൃഷ്ണ. EP ജയരാജൻ്റെ ഭാര്യയുടെ തല വെട്ടിമാറ്റിയിട്ട് സ്വപ്ന സുരേഷിൻ്റെ ഫോട്ടോ വെച്ചിട്ട് പ്രചരണം നടത്താൻ വേണ്ടി തയ്യാറായതല്ലേ ബിന്ദു കൃഷ്ണ? ഇതിൽ എന്താ വേണ്ടത്? അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ സൈബർ ഇടത്തിൽ അവർക്ക് നൽകുന്ന അവരുടെ സംസ്കാരം അതാണ്. അതായത് അതിൽ സ്ത്രീയും പുരുഷനും അടങ്ങുന്ന കോൺഗ്രസിൻ്റെ സംഘം തീരുമാനിച്ചിരിക്കുന്നത് പൊതുപ്രവർത്തനത്തിന്, രാഷ്ട്രീയ രംഗത്ത് അതായത് ഒരു സംസ്കാരം പുതുതായി അവർ ഉണ്ടാക്കുകയാണ്. അശ്ലീലവും അസഭ്യവും തങ്ങളുടെ അണികൾ പറഞ്ഞാൽ പോലും അതിനെല്ലാം ശക്തമായ പിന്തുണ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. നിങ്ങൾ നടത്തുന്ന അതേ പ്രചരണം ഞങ്ങളുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ഞങ്ങൾ കൂടി പ്രചരിപ്പിക്കുമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വം തെളിയിച്ചു കഴിഞ്ഞതാണ് ഈ കാലയളവിനുള്ളിൽ. അതുകൊണ്ട് കോൺഗ്രസുകാരെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അധിക്ഷേപത്തിന്റെ തലമുണ്ടോ കോൺഗ്രസിന് നമുക്ക് ചോദിക്കാം. കെ ശൈലജയ്ക്കെതിരെ തന്റെ നേതൃത്വത്തിൽ സൈബർ അതിക്രമം എന്നത് വ്യാജ പ്രചാരമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. മാനനഷ്ടത്തിന് ദേശാഭിമാനിക്കെതിരെ കേസ് നൽകുമെന്നും ഒരു സൈബർ അതിക്രമത്തിനും നേതൃത്വം നൽകിയിട്ടില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചലഞ്ച് ചെയ്യുകയാണ്. ഞാൻ അത്തരത്തിൽ ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ വ്യാജമായി പ്രചരിപ്പിച്ചതായോ വ്യാജമായി ചമച്ചതായോ അങ്ങനെ അതുമായി എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ ഇവിടെ ഇരിക്കുന്ന ദേശാഭിമാനിയുടെയും കൈരളിയുടെയും റിപ്പോർട്ടറെ ഞാൻ ചലഞ്ച് ചെയ്യാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, കോൺഗ്രസ് ഈ പ്രചാരണത്തിന് കോൺഗ്രസ് എന്തെങ്കിലും തരത്തിൽ നേതൃത്വം കൊടുത്തു എന്നതിനെ തള്ളിക്കളയുന്നുണ്ട്.
പക്ഷേ ഇതാ നോക്കൂ, UDFന്റെ ഒരു പ്രവർത്തകനാണ് ഈ കേസിൽ, ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് കേസ് ചുമത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ ഉത്തരവാദിത്വം തള്ളി പറയാനൊന്നും കഴിയില്ല എന്നുള്ളത് ഇപ്പോഴൊരു വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. കോൺഗ്രസ് നേരത്തെ ശ്രീമതി PP ദിവ്യ പറഞ്ഞതുപോലെ നിങ്ങളുടെ നേതാക്കൾ, നിങ്ങളുടെ പ്രസ്ഥാനം അങ്ങനെ തന്നെ ഈ പറയുന്ന അധിക്ഷേപവും ആളുകളെ അപമാനിക്കുന്നതും ഒരു സ്ഥിരം പരിപാടിയായി ഏറ്റെടുത്തിരിക്കുകയാണോ? മാധു, ഇവിടെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരു തിരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ പരാജയ ഭീതി കൊണ്ടുണ്ടാക്കുന്ന, ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ, എത്ര ദിവസങ്ങൾക്ക് മുൻപാണ് ശൈലജ ടീച്ചർ ഈ പരാതി കൊടുത്തത്? ഈ പരാതി കൊടുത്തിട്ട് ഇത്രയധികം ദിവസങ്ങളായിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഒരു അന്വേഷണം നടത്താത്തത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് എന്താണ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നം പറഞ്ഞപ്പോൾ മാധു ന്യായീകരിക്കുന്നു കേട്ടു. അപ്പോൾ ഈ ശൈലജ ടീച്ചർ മാത്രമാണ് അമ്മയും അമ്മൂമ്മയും മകളും ഒക്കെ ആയിട്ടുള്ളവരും. ബാക്കിയുള്ള കേരളത്തിലെ സ്ത്രീകളൊന്നും ഇങ്ങനെയല്ല. ഞങ്ങളാരും ഞാനും ഒക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമൂഹത്തിൽ വിസിബിലിറ്റി ഉള്ള ആളുകളാണ്. നമ്മളെല്ലാവരും സ്ഥിരമായി ഇത് അനുഭവിക്കുന്നവരാണ്. അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, മാധ്യമപ്രവർത്തകർ നിരന്തരം നേരിടേണ്ടി വരുന്ന പ്രശ്നം. ഞാൻ ആരെയും ന്യായീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരാൾക്ക് വരുന്ന പ്രശ്നം ഉറക്കെ പറയാൻ പാടില്ല എന്ന് പറയാനേ കഴിയില്ല എന്നേ പറഞ്ഞുള്ളൂ. അല്ല, താങ്കൾ ചോദ്യമായിട്ട് തന്നെയാണ് ചോദിച്ചത്. പക്ഷെ ഒരു ന്യായീകരണമായി എനിക്ക് തോന്നാനുള്ള കാരണം, എത്ര ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പരാതി കൊടുക്കുന്നത്? ഇത്ര ദിവസമായിട്ട് ഈ പരാതി അന്വേഷിക്കാൻ കഴിയാതിരിക്കുന്നത് ഈ ഭരിക്കുന്ന ആളുകളുടെ ആഭ്യന്തര വകുപ്പിന്റെ വലിയ പരാജയമല്ലേ? ഇത് ഇപ്പോൾ ബിന്ദു കൃഷ്ണനെ പറ്റി ഒരു ആരോപണം പറഞ്ഞു. ഞാൻ ദിവ്യയെ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, ബിന്ദു അത് ചെയ്തു എന്നുള്ളതിന് ദിവ്യയ്ക്ക് എന്ത് തെളിവാണുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ സൈബർ ടീം, നിങ്ങളുടെ സൈബർ പോലീസ് ഇത് അന്വേഷിച്ചു കണ്ടുപിടിക്കാത്തത്? ആരാണ് ഇത് ചെയ്തത് എന്നുള്ളത്? ശരിയാണ്, നമ്മുടെയൊക്കെ ഫേസ്ബുക്കുകളിലൂടെ വാട്സപ്പുകളിലൂടെ നിരവധി ചിത്രങ്ങൾ വരും. ആ ചിത്രങ്ങൾ നമ്മൾ ചിലപ്പോൾ ഷെയർ ചെയ്യും. അത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ഷെയർ ചെയ്തെന്നിരിക്കും. അതിൻ്റെ അർത്ഥം അത് ഉണ്ടാക്കിയത് ഷെയർ ചെയ്ത ആളാണ് എന്നുള്ളതല്ല. എന്തുകൊണ്ടാണ് അതിൻ്റെ അകത്തൊരു അന്വേഷണം നടത്താത്തത് ഈ നിമിഷം വരെ? ഇപ്പോഴും നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ശൈലജ ടീച്ചർ ഏത് തരത്തിലാണ് FIR ലോഡ്ജ് ചെയ്തിരിക്കുന്നത്? ഞാൻ എൻ്റെ സംശയം ഞാൻ ഈ ചർച്ചയിൽ ചോദിക്കുകയാണ്. ഇപ്പോഴും ഈ ഏത് വീഡിയോ എന്നുള്ളത് കൃത്യതയില്ലാത്ത ഒരു പരാതിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേരിൽ ഒരു പരാതി കൊടുത്തതായിട്ട് ഇപ്പോഴും പറയുന്നില്ല. അല്ലെങ്കിൽ ശ്രീമതി ദിവ്യ പറയട്ടെ, KK ശൈലജ എന്തുകൊണ്ടാണ് ഒരു പരാതി കൊടുക്കാത്തത്? എനിക്കെതിരെ ഇന്ന തരത്തിലുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞ് അത് തെളിവ് സഹിതം കൊടുക്കാത്തത് എന്താണെന്ന്. കാരണം പലരും അത് കണ്ടിട്ടില്ല. എന്താണ് ആ വീഡിയോ എന്നറിയില്ല. ഇത്തരത്തിലൊരു വീഡിയോ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അത്തരത്തിലൊരു വീഡിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതി കൊടുക്കണം, പരാതി അന്വേഷിക്കണം, കഴിവുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം ആരാണ് അത് എന്നുള്ളത്. അല്ലാതെ UDFന്റെ ആളുകളാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് ആരോപിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള സംസ്ഥാന പ്രസിഡന്റ് ഇത് നേരിട്ട് ചോദിക്കുന്നതിന്റെ പ്രത്യാഘാതമൊക്കെ എനിക്കറിയാം. എന്നിരുന്നാലും അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ആ ഒരൊറ്റ കാര്യം, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു നുണ ബോംബാണ്. ഈ പരാതിക്ക് അടിസ്ഥാനമായ വീഡിയോ എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നാണ് എന്നുള്ളതാണ് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന ആരോപണം. അങ്ങനെയുണ്ടോ? ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ടീച്ചർ ഇത് കണ്ടിട്ടുണ്ടാകും. ആ ടീച്ചർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യസനത്തെയും അവരുടെ ദുഃഖത്തെയും വേദനയും അങ്കലാപ്പിനെയും ഒക്കെ അത് ജനുവിനാണെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാനും. പക്ഷേ ഈ പറയുന്ന സാധനം ഉണ്ടാക്കിയെടുത്ത ഫാക്ടറി, ആ നുണ ഫാക്ടറി, അതിന്റെ ഉത്തരവാദിത്തം ആരുടേതാണ് എന്നാണ് UDF ചോദിക്കുന്നത്. അല്ല, UDF തന്നെ ഒരു വലിയ നുണ ഫാക്ടറി അല്ലേ? കേരള ചരിത്രത്തിൽ കഴിഞ്ഞൊരു 2 പതിറ്റാണ്ടിനുള്ളിൽ തന്നെ UDFകാർ ഉണ്ടാക്കിയിട്ടുള്ള നുണ ബോംബുകൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി നമുക്കറിയാലോ. നാദാപുരത്തുണ്ടായിട്ടുള്ളൊരു വർഗീയ കലാപത്തിൻ്റെ തന്നെ അടിസ്ഥാനം ഒരു നുണയായിരുന്നല്ലോ. എന്തിന് നമ്മൾ മറച്ചു വെക്കണം? എത്രയോ നുണകൾ നാട്ടിൽ പ്രചരിപ്പിച്ച് അതിൻ്റെ ഭാഗമായിട്ട് പല രാഷ്ട്രീയ ലാഭങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പല ഘട്ടത്തിലും UDF ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഗൗരവമല്ലേ? ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, കണ്ണടച്ചാണോ നിങ്ങൾ നടക്കുന്നത്? പിന്നെ ദീപ്തി വളരെ വളരെ നിസ്സാരമായിട്ടാണ് അവർ പറയുന്നത്, ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടിയാൽ ഞങ്ങളത് ഷെയർ ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഷെയർ ചെയ്യാനുള്ളതല്ല നവമാധ്യമം. സൈബർ ഇടം എന്നുള്ളത് പ്രത്യേകിച്ച് നേതാക്കന്മാർ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ. വീഡിയോ കണ്ടിട്ടുണ്ടോ? ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? വീഡിയോ, അതായത് അത് PP ദിവ്യ കണ്ടിട്ടുണ്ടോ? ആ പരാതിക്ക് അടിസ്ഥാനമുണ്ടെന്ന് വ്യക്തിപരമായി PP ദിവ്യ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.
ടീച്ചറുടെ തല വെട്ടിമാറ്റിക്കൊണ്ടുള്ള ചിത്രങ്ങളും ടീച്ചറെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വോയിസ് ക്ലിപ്പുകളും ടീച്ചറെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റ് ബോക്സുകൾ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം മാധു ഇതിന് താഴെ യൂത്ത് കോൺഗ്രസ്സുകാരും ലീഗുകാരുമായിട്ടുള്ള പ്രൊഫൈലുകളിൽ നിന്നും വന്നിട്ടുള്ള കമന്റ് മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരു വീഡിയോ, അതായത് ഒരു വീഡിയോനേക്കാളും അസഹനീയമായ രീതിയിലുള്ള പ്രചരണം നടത്തുകയാണ്. അതെ, വീഡിയോ ഉണ്ട്, ചിത്രങ്ങളുണ്ട്, പല സ്ക്രീൻഷോട്ടുകൾ കമന്റുകളുടേത് ഞാൻ കണ്ടു. പക്ഷെ അതല്ല UDF ഉന്നയിക്കുന്ന ആരോപണം. ആ വീഡിയോ അത് കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആ വീഡിയോ ഉള്ളതാണോ എന്ന് അവർ സംശയിക്കുന്നു. തീർച്ചയായും ടീച്ചർ ഉണ്ട്. അതായത് ടീച്ചർക്കെതിരെ വളരെ മോശമായ വീഡിയോ UDFകാർ പ്രചരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ അത് കണ്ടില്ല എന്ന് പറയുന്നത് അത് കണ്ണടക്കുന്നതിന് സമാനമാണ്. മാത്രമല്ല, ഇത് നടത്തുന്നവർക്കുള്ള എല്ലാ പിന്തുണയും അവർ നൽകുകയാണ്. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇനിയും 9 ദിവസം ഉണ്ടല്ലോ. ഈ 9 ദിവസം വീണ്ടും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവരെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതിന് വേണ്ടി ഏത് കള്ളവാർത്തകളും എന്ത് പ്രചരണം നടത്തിയാലും ഞങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട് UDF നേതാക്കന്മാർ ഈ സ്റ്റേറ്റ്മെന്റിലൂടെ അവർ പ്രഖ്യാപിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ഘട്ടത്തിൽ എന്താണ് മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യേണ്ടത്? അതും അവരുടെ സമാനമായ നിയമസഭയ്ക്കൊക്കെ തന്നെ ഒരുമിച്ചിരുന്ന നേതാക്കന്മാർ, അവർ പോലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ വളരെ പക്വമായ ഒരു രാഷ്ട്രീയ സംവാദം നടത്തേണ്ട ഒരു ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഒരു സ്ഥാനാർത്ഥിയെ അപമാനിക്കുന്ന രീതിയിൽ കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും അതോടൊപ്പം UDFന്റെ പല ആളുകളും അതിന്റെ പ്രവർത്തകരുൾപ്പെടെ വളരെ മോശമായ രീതിയിൽ ഈ പ്രചരണം നടത്തുമ്പോൾ നിങ്ങൾ ഇത് അവസാനിപ്പിക്കണം, ഇത് ശരിയല്ല, ഇതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊള്ളൂ, ഞങ്ങളൊന്നും അറിയില്ല, ഞങ്ങൾ കണ്ണടച്ചിരുന്നോളാം എന്ന് പറയുന്നത് സമാനമാണ്. ഏത് വൃത്തികേട് കാണിച്ചാലും നിങ്ങൾക്കൊക്കെ എല്ലാ പിന്തുണയുണ്ട്. എന്തിനേറെ പറയുന്നു, KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്യുന്ന വാചകം എന്താണ് എന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയില്ലേ? ആ നിലവാരമേ ഉള്ളൂ അവരുടെ പ്രവർത്തകർക്ക് എന്ന് ഇപ്പൊ കാണിച്ചു തരികയാണ്. അങ്ങനെ ഒരു മൗനം സമ്മതം എന്ന് അഴിച്ചു വിട്ടിട്ടുണ്ടോ ഈ അക്രമിക്കൂട്ടത്തെ UDFന്റെ നേതാക്കൾ എന്നുള്ളതാണ് ചോദ്യം. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് അന്നത്തെ LDF സ്ഥാനാർത്ഥിക്കെതിരെ ഇതേപോലെ ഒരു മോശമായ വീഡിയോ നിർമ്മാണം ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അതായത് ഓരോ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇത്തരം അശ്ലീലമായ ഇത്തരം വൃത്തികെട്ട ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം നിങ്ങളുടെ മേലാണ് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഇതിപ്പോ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള സംഭവം അറിയാമല്ലോ എല്ലാവർക്കും. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അന്വേഷണവുമായി മുമ്പോട്ട് പോകാൻ? ആരാണ് ആ വീഡിയോ ഉണ്ടാക്കിയത്? ഇവർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ തന്നെ ഇതൊക്കെ ചെയ്തിട്ട് ഇത് മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഇവിടെ CPIMന്റെ ദേശാഭിമാനിയുടെ ജോലിക്കാരായ TJ ജയജിത്ത്, അതുപോലെ തന്നെ UV വിനിത അല്ല നിങ്ങൾ ന്യായീകരിക്കുകയല്ലേ? നിങ്ങൾ എന്തൊക്കെ നുണയാ ഇവിടെ ഇരുന്ന് പറയുന്നത്? നിങ്ങൾ പറയല്ലേ UDFന്റെ ആളുകളാ ഇത് ചെയ്തതെന്ന്. നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുകളുണ്ടോ? നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഈ വീഡിയോ കണ്ടോ? നിങ്ങൾ വീഡിയോ കണ്ടോ? അല്ലെന്നേ, ഞങ്ങള് നല്ല അന്തസ്സോട് തന്നെ പറയുന്നത്. ഞങ്ങള് ബോധം വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദീപ്തി മേരിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് ഇതുപോലെ സമൂഹത്തിലെ സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയുള്ള എല്ലാ അനുവാദമല്ലേ ദീപ്തിയെ പോലെയുള്ള ആളുകൾ കൊടുക്കുന്നത്? എല്ലാ പിന്തുണയും കൊടുക്കുകയല്ലേ? ദീപ്തിക്ക് രാഷ്ട്രീയമില്ല. ദീപ്തിയുടെ രാഷ്ട്രീയം എന്താണ്? അല്ല ദിവ്യ, ദീപ്തിയുടെ രാഷ്ട്രീയം എന്താണ്? ഇപ്പോൾ വെറും കോൺഗ്രസ് മാത്രമാവരുത്. വെറും കോൺഗ്രസ് മാത്രമാവരുത്. നിങ്ങൾ അതായത് ശൈലജ ടീച്ചർ ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരിയായി മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകയാണ്. നമുക്കെല്ലാം ഗുരുതുല്യായിട്ടുള്ള ഒരു നേതാവാണ്. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആരെയും ന്യായീകരിക്കാൻ ഞങ്ങൾ ഉണ്ടായിട്ടില്ല. ആരെ അധിക്ഷേപിച്ചാലും സൈബറിടത്തിൽ അധിക്ഷേപിക്കാനും നിഷേധിക്കുമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷെ അങ്ങനെ നിഷേധിക്കാനുള്ള ആർജവം കോൺഗ്രസ്സുകാർക്കുണ്ടോ? ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ നിഷേധിക്കുവാൻ വേണ്ടി ഷാഫി പറമ്പിൽ എന്തേ തയ്യാറാവാത്തത്? ആ ആർജവം നിങ്ങൾ കാണിക്കണം. ഈ ആർജവം കാണിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അണികൾ ഇനിയും ഇതുപോലെ വീഡിയോകൾ വരും, ഇതുപോലെ ചിത്രങ്ങൾ നിങ്ങളുടെ പ്രവർത്തകർ നിങ്ങളുടെ ചിത്രങ്ങൾ പോലും പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമെന്ന് ദീപ്തി മനസ്സിലാക്കണം. ഓക്കെ, ശരി. ഈ പറയുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ്. അതായത് നാളെ നമ്മുടെ നേർക്കും വരും എന്നുള്ള എന്നുള്ള ജാഗ്രത കൊണ്ട് ഇന്ന് പ്രതിരോധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മുടെ മുതിർന്ന നേതാക്കളൊക്കെ ചെയ്തിരുന്നോ എന്നുള്ള ചോദ്യം മുൻകാല പ്രാബല്യത്തോടെ ചോദിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്നത് പ്രധാനവുമാണ്. മുഖ്യമന്ത്രി എവിടെ? കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എവിടെ
എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കാത്തത്? ദിവ്യ ഇവിടെ വന്ന് വലിയ പ്രസംഗവും വലിയ വർത്തമാനവും ഒക്കെ പറയുന്നുണ്ടല്ലോ. ദിവ്യ ആദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കൂ, നിങ്ങളുടെ എന്തുകൊണ്ടാണ് KK ശൈലജയ്ക്കെതിരെ വന്നിരിക്കുന്ന ഇത് അന്വേഷിക്കാത്തത്? ഇത് എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ കഴിയാത്തത്? ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വടകര കൊണ്ട് നിർത്തിയത് എന്നുള്ളത് ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചതിന് ഇതിന് ഒരു മറുമരുന്നേ ഉള്ളൂ. കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഇതൊക്കെ എപ്പോഴൊക്കെ ആവർത്തിക്കപ്പെടുന്നു അപ്പോഴൊക്കെ രാഷ്ട്രീയമില്ലാതെ മതമില്ലാതെ ഒരു വിവേചനവും ഇല്ലാതെ ഇതിനെതിരെ പോരാടേണ്ടത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ശ്രീമതി PP ദിവ്യ പറഞ്ഞു, നാളെ നമ്മുടെ നേരെയും വരും എന്ന ജാഗ്രത കൊണ്ട് ഇന്ന് പ്രതിരോധിക്കണം എന്നുള്ളത്. ആ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മളിൽ പലർക്കും ഉള്ളതാണ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കുമുള്ളതാണ്.